വയോജന സംഘടന അത് രൂപം കൊണ്ട സമയം തൊട്ട് കുറച്ചുപേര് ഇവിടെ ഇരിക്കുന്നതിൽ കുറച്ചുപേര് ഇതിന്റെ ഭാഗമാക്കുക. ഏതൊരു ഉദ്ദേശത്തോടുകൂടി അഭിമന്യ സക്കറിയാസ് മാർ തെയോഫിലോസ് സമർപ്പണം അവർക്ക് പോലില്ല ഇത് രൂപം കൊടുത്തു. അത് അനിവാര്യമാണ്, ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സഭ ഇത് അംഗീകരിച്ചു. വർഷങ്ങളായി നമ്മുടെ ഇടവകയിലും വെൺമണിയിലും ഇത് ആദ്യമായിട്ട് പകർന്നുവരുന്ന കാര്യങ്ങളും തുടങ്ങി. ഇപ്പോൾ മിക്കവാറും എല്ലാ ഇടവകകളിലും ഉണ്ട്. എന്നാൽ എന്തിനാണ് ഇത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം. അത് ഇതിലേക്ക് കൂടുതലായിട്ട് ഞാൻ കിടക്കുന്നില്ല. ഒറ്റ സംഗതി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ കൂടിവരവുകളെ ഒക്കെ ഇതെന്തുവാ, ഒരു ശുശ്രൂഷയാണോ അതോ ആഘോഷമാണോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. ആഘോഷം എവിടെയാണ്? സന്തോഷം, സമാധാനം, സന്തോഷമുള്ളിടത്ത് അവിടെ ആഘോഷമുണ്ട്. ഇന്ന് അതിനുള്ള ഇടമാണോ എന്റെ കുടുംബം, എന്റെ പ്രാർത്ഥനക്കൂട്ടം, എന്റെ ഇടവക, ഞാൻ ഉൾക്കൊള്ളുന്ന സമൂഹം? നാം ചെയ്യേണ്ട സംഗതികൾ ചെയ്യാതെ ചെയ്തെന്നവരെ തിരിട്ട് ജീവിക്കുന്ന ഒരനുഭവം, അതാണോ ആത്മീയത? കർത്താവ് അല്ലായെങ്കിൽ ഇന്ന് മനുഷ്യൻ, ദൈവം സർവവ്യാപിയാണ്. ഇന്ന് മനുഷ്യനും സർവവ്യാപിയായിട്ട് തീരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം എല്ലാ രംഗങ്ങളിലും ഒരു മനുഷ്യൻ തന്നെ ആകുക, എല്ലായിടത്തും ഒരാൾ തന്നെയാകെ പോവുക, എല്ലാ പേപ്പറുകളിലും കാണണം, എല്ലാ മാധ്യമങ്ങളിലും അറിയണം. ഇതാണോ ആത്മീയത, നേതൃത്വം? ഇത് തന്നെയാണോ വേണ്ടത്? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, തിരുപ്പറവിൽ നാം ദൈവമായിട്ട്, കർത്താവായിട്ട് ദൈവമായിട്ട് തീരാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുമ്പോൾ